Good morning, students. In the previous class, I gave you a homework. Here listen, here is the question. A cement company earns a profit of rupees 8 per bag of white cement sold and a loss of rupees 5 per bag of grey cement sold. Okay, here given a cement company earns a profit of rupees 8 per bag of white cement sold. That means they got 8 rupees profit if they sold a white cement bag. Okay, if they sold a white cement bag, they got a profit of rupees 8 and a loss of rupees 5 per bag of grey cement sold. If they sold a grey cement bag, they got a loss of rupees 5. That means ഒരു വൈറ്റ് സിമെൻറ്റ് ബാഗ് അവർ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് 8 റുപ്പീസും അവരാണെങ്കിൽ ഒരു ഗ്രേ സിമെൻറ്റ് ബാഗ് വിൽക്കുമ്പം ലോസ് 5 റുപ്പീസുമാണ് എന്ന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കമ്പനി സെൽസ് 3,000 bags of white cement and 5,000 bags of grey cement in a month. What is its profit or loss? That means ഒരു കമ്പനി ആണെങ്കിൽ 3,000 ബാഗ് ഓഫ് വൈറ്റ് സിമെൻറ്റ്സും വിറ്റു 5,000 ബാഗ്സ് ഓഫ് ഗ്രേ സിമെൻറ്റും വിറ്റു. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് കിട്ടുന്നതെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫോർ ദാറ്റ് here is a solution. Profit of one bag. What is the profit of one bag? We know that rupees 8. And loss of the one bag is rupees 5. Profit ഒരു ബാഗിന് 8 rupees ആണ്. 3,000 ബാഗിന് എത്ര റുപ്പീസ് ആവും? rupees 24,000. Like that, if the loss of one bag is rupees 5, what is the loss of 5,000 bag? That is 25,000. Okay. Then here clearly loss is greater than profit. Okay. Loss ആണ് ഗ്രേറ്റർ അല്ലേ? നമുക്ക് 5,000 ബാഗ് നമ്മൾ സെല്ല് ചെയ്തപ്പം 25,000 ആണ് നമ്മുടെ ലോസ് വന്നിരിക്കുന്നത്. ഹിയർ ലോസ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ പ്രോഫിറ്റ്. സോ we want to find the difference between loss and profit. It is 1,000. That means നമ്മളോട് ചോദിച്ചേക്കുന്നത് what is the profit or loss എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത്? It is loss rupees 1,000. Understand? Here is the next question. Listen. What is the number of white cement bags it must sell to have neither profit nor loss? If the number of grey bags sold is 6,400 bags. Listen once more. What is the number of white cement bags? നമ്മളോട് പറഞ്ഞേക്കുന്നത് number of white cement bags കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. What is the number of white cement bags? Next, the condition is given. It must sell to have neither profit nor loss. Okay, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അവർ അപ്പം ഗ്രേ സിമെൻറ്റ് ബാഗും വിറ്റിട്ടുണ്ട്, വൈറ്റ് സിമെൻറ്റ് ബാഗും വിറ്റിട്ടുണ്ട്. അതിനകത്ത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പം നമുക്ക് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാതെ വരുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ നമ്പർ ഓഫ് ഗ്രേ ബാഗ്സ് സോൾഡ് ഈസ് 6,400 ബാഗ്സ്. ഗ്രേ സിമെൻറ്റ് ബാഗ്സ് 6,400 എണ്ണം ഉണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നേ വൈറ്റ് സിമെൻറ്റ് ബാഗ്സ് എത്ര ഉണ്ടെന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് വൈറ്റ് സിമെൻറ്റ് ബാഗ്സ് ലെറ്റ് ഇറ്റ് ബി എക്സ്. നമുക്കറിയത്തില്ല, നമ്മളോട് പറഞ്ഞേക്കുന്നത് വൈറ്റ് സിമെൻറ്റ് ബാഗ്സിൻ്റെ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. ഓക്കെ, ദെൻ ഹിയർ ഗിവൺ ദാറ്റ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റുമില്ല ലോസുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രേ സിമെൻറ്റ് ബാഗ്സ്. ഹൗ മച്ച് ഗ്രേ സിമെൻറ്റ് bags? How much is that?
ഇറ്റ് ഈസ് 6,400. 6,400 ആണ് ഗ്രേ സിമെൻറ്റ് ബാഗ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രേ സിമെൻറ്റ് ബാഗ് വിറ്റാൽ റുപ്പീസ് 3 ആണോ 5 ആണോ ലോസ് വരുന്നത്? റുപ്പീസ് 5 ആണ് നമുക്ക് ലോസ് അല്ലേ. വൈറ്റ് സിമെൻറ്റ് ബാഗ്സ് എഗ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര ആയിരുന്നു? റുപ്പീസ് 8 ആണ് ഒരു ബാഗിൻ്റെ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ സെയിം ആയിരിക്കും. നമ്മുടെ ഇതിൻ്റെ കോസ്റ്റും കൂടെ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് വൈറ്റ് സിമെൻ്റ് ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് വൈറ്റ് സിമെൻറ്റിൻ്റെ നമ്പറാണ്. എക്സിൻ്റെ കൂടെ റുപ്പീസ് 8 മൾട്ടിപ്ലൈ ചെയ്യുന്നതും 6,400ൻ്റെ കൂടെ, അതായത് 6,400 എന്ന് പറയുന്നത് ഗ്രേ സിമെൻറ്റ് ബാഗ്സിൻ്റെ നമ്പറാണ്. റുപ്പീസ് 5ഉം സെയിം ആയിരിക്കും. അങ്ങനെയല്ലേ പ്രോഫിറ്റും ലോസും ഇല്ലാതിരിക്കുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു റുപ്പീസ് 8 ഈസ് സെയിം ആസ് 6,400 ഇൻറ്റു റുപ്പീസ് 5. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നെന്നാ പറഞ്ഞേ? നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ബാഗ്സിൻ്റെ നമ്പറാണ്. വൈറ്റ് സിമെൻറ്റ് ബാഗ്സിൻ്റെ നമ്പറാണ് എക്സ് എന്ന് പറയുന്നത്. ഈ എക്സും 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും 6,400ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത്? പ്രോഫിറ്റുമില്ല ലോസുമില്ല എന്ന്. ഓക്കെ, ദെൻ ഫ്രം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വി വാണ്ട് ടു ഫൈൻഡ് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. എക്സ് കണ്ടുപിടിക്കാൻ പോവാം. വി ഓൾറെഡി സ്റ്റഡീഡ് ഒരു ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്ത് പ്ലസ് എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവുമെന്ന് പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലൈ ഉള്ളത് ഈക്വൽ സൈൻ ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ലൈക്ക് ദാറ്റ് for we want to find x, that is 6,400 into rupees 5 by rupees 8. Okay, x means number of white cements. That means 6,400 into rupees 5 divided by rupees 8. Equal sign left hand side കിടന്ന 8 right hand side ലോട്ട് multiplication ആയിട്ട് പോയപ്പോൾ it is division. So we are going to cut short this. This is 800. Okay, and this rupees also cut short. That means 800 into 5. It is same as 4,000 bags. Okay, that means number of white cement bags is equal to 4,000. Understand? Once more, number of white cement bags is equal to x. We already given the condition is there is no profit or loss, and the number of grey cement bags is 6,400. From these two, x, the number of white cement bag into rupees 8 is equal to 6,400 into rupees 5. That from here x we got 4,000 bags. Okay, next topic. Before that, students, there is an important message for you. That means നമ്മുടെ മാത്സിൻ്റെ പോർഷൻസ് രണ്ടായിട്ട് ആണ് എടുക്കുന്നത്. ഒരു സെഷൻ ഞാനാണ് എടുക്കുന്നത്, അടുത്ത സെഷൻ സിമി മിസ് ആണ് എടുക്കുന്നത്. മൺഡേയിലെ ക്ലാസ് നമ്മുടെ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ക്ലാസ്സസ് ഞാൻ എടുക്കും. വെനസ്ഡേയിലെ ക്ലാസ്സസ് സിമി മിസ് ആണ് എടുക്കുന്നത്. അതായത് ചില ചാപ്റ്റേഴ്സ് സിമി മിസ്സും ചില ചാപ്റ്റേഴ്സ് ഞാനുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നോട്ട്ബുക്സിൽ എഴുതുമ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം എഴുതുന്നത്. സിമി മിസ് എടുക്കുന്ന പോർഷൻസ് നിങ്ങൾ ഒന്നീ വേറെ നോട്ടിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ബാക്കിലായിട്ടോ വേണം അത് എഴുതാൻ. പിന്നെ ഞാൻ എഴുതുന്ന നോട്ട്ബുക്ക് എവിടെ നിങ്ങൾക്ക് അപ്പോൾ എഴുതുന്നതെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇഫ് ദർ ഈസ് എനി ഡൗട്ട് കോൾ മീ. Okay, next topic is division of integers. Division of integers. Okay, the next topic, division of. We already studied multiplication of integers. നമ്മൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പഠിച്ചായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റിജേഴ്സിന് അല്ലേ. ദാറ്റ് മീൻസ് when we multiply two positive integer we got a പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയല്ലേ പഠിച്ചത്? വെൻ വി മൾട്ടിപ്ലൈ ടു നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വി ഗോട്ട് എഗെയിൻ എ പോസിറ്റീവ് ഇൻറ്റിജർ.
When we multiply a positive integer and a negative integer, the answer is always negative. ഇതേ റൂൾ തന്നെയാണ് നമുക്ക് ഡിവിഷനിലും ഉള്ളത്. ഓക്കെ, the rule for the division is also same as multiplication. And some of the properties are there. Here is the sub properties. That means division is the inverse of multiplication. Division is the inverse of multiplication. Okay, in the previous classes, that means in the 3rd standard, 4th standard, also we studied the multiplication facts and the division facts. Multiplication facts and division facts. Here some of the examples are there. 5 into 2 is equal to 10 is a multiplication fact. For this, what is the division fact? 10 divided by 5. That means 5 and 2 are the factors of 10. So 10 divided by 5 is equal to 2, and this is one of the division fact, and the other fact is 10 divided by 2 is equal to 5. ഇത് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ള. Like that, minus 3 into 7 is equal to 21. This is the multiplication fact, and how will you write the division fact of this one? 21 divided by minus 3 is equal to, when we divide a positive integer and a negative integer, the answer is always a negative integer. 21 divided by 3 is 7, and the sign is negative because the divisor is negative. And again 21 divided by, sorry, this is minus 21, sorry, is equal to, this is positive 7, and minus 21 divided by 7 is equal to minus 3. Okay, that is minus 3 and 7 are the factors of minus 21. Like this, minus 10 into 5 is equal to minus 50. This is the multiplication fact. What are the division facts of this one? Division facts are minus 50 divided by minus 10. When we divide two negative integers, the answer is positive. 50 divided by 10, it is 5, and two negative integers are divided, the answer is always positive. Okay. The next one, properties of division, means division is not commutative. Division is not commutative. For integers, we know that addition is commutative for integers. That is, addition is commutative for integers. That is, a plus b is equal to b plus a. But subtraction is not commutative for integers. That is, a minus b is not equal to b minus a. But multiplication is commutative. That is, a into b is equal to b into a. Clearly, division is not commutative for integers. Okay, that is, a divided by b is not equal to b divided by a. Okay, and for any, the next property, for any integer a divided by 0 is not defined, but 0 divided by a is equal to 0. ഏതൊരു ഇൻഡിജേഴ്സിനായാലും 0 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ആൻസർ 0 ആയിരിക്കും. പക്ഷേ ഒരു ഇൻറ്റിജർ ഡിവൈഡഡ് ബൈ 0, ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇതുവരെ അതിൻ്റെ ആൻസർ
കണ്ടുപിടിച്ചിട്ടുള്ള that is not defined. Okay, clearly a divided by 0 is not defined, but 0 divided by a is equal to 0. And for any integer a divided by 1 is equal to a itself, the same number itself. Okay, clearly division is not commutative for integers. A divided by 0 is equal to not defined, and 0 divided by a is equal to 0. Clearly a divided by 1 is equal to a. Okay, we are going to do some exercise of some problems. If there is textbook, please take page number 26, exercise number 1.4. If there is textbook only, otherwise I will send you the questions also. We are going to evaluate the following. Find the following. Find the following. Minus 30 divided by 10. Minus 30 divided by 10. 30 divided by 10, it is 3. അല്ലേ, 30 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3 ആണ്. A negative integer and a positive integer. The answer is negative. Clear? Next one. Minus 36 divided by minus 9. 36 divided by 9. You do first 36 divided by 9. That is 4. A negative integer and again a negative integer. When we divide two negative integers, the answer is always positive. Okay, നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചിരിക്കുന്ന അതേ റൂൾ തന്നെയാണ് ഡിവിഷനിലും വരുന്നത്. When we divide two negative integer, positive integer, we got a positive integer. When we divide two positive integer, we got another positive integer. When we divide two negative integers, the answer is always positive. When we divide a positive integer and a negative integer, the answer is negative. Okay, ഇത് തന്നെയായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഈ ഡിവിഷൻ കിടക്കുന്ന സൈഡിലെല്ലാം മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഇട്ടാലും the rules are same. Next one. 0 divided by 12. Minus 12. When we divide 0 by any integer, the answer is always 0. അല്ല, അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്. Here the next one. Minus 36 divided by 12. Minus 36 divided by 12 divided by 3. We want to find this. First we divide the integers inside the bracket. That is minus 36 divided by 12. 36 divided by 12. എത്രയാ? 36 divided by 12. It is 3. That is 36. So 36 divided by 12, it is 3. And here it is a negative sign. So you put the negative sign before this 3. ഇതിൻ്റെ ആൻസർ minus 3 ആണ്. Divided by 3. Minus 3 divided by 3. It is minus 1. Okay. And here is the next session. Verify a divided by b plus c is not equal to a divided by b plus a divided by c. ഇത് മൾട്ടിപ്ലിക്കേഷനിലാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് സാറ്റിസ്ഫൈ ആവാമായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഡിവിഷൻ. എ ഡിവൈഡഡ് ബൈ ബി, ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ആവില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി ഈസ് നോട്ട് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി. അത് നോട്ട് ഈക്വൽ ടു ആണ് നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഹിയർ ഈസ് വൺ ക്വസ്റ്റ്യൻ. We are going to give the values for a, b and c. We are taking a is equal to minus 10, b is equal to 1 and c is equal to 1.
നമ്മൾ ഈ നമ്പേഴ്സ് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്ത് നോക്കിയിട്ട് ഇത് സാറ്റിസ്ഫൈ ആവോ ഇല്ലോ നോക്കാൻ പോകും. ഫോർ LHS it is left hand side it is A is A divided by B plus C. It is equal to A is minus 10. Minus 10 divided by, what is B plus C here? B is 1 plus C is 1. Okay, that is minus 10 divided by 1 plus 1, it is 2. The answer is minus 5. And in RHS it is A divided by B plus A divided by C. It is same as, what is A here? Minus 10 divided by 1 plus minus 10 divided by 1. Because B is 1 and C is also 1. Minus 10 divided by 1, it is minus 10 itself, plus minus 10 divided by 1, it is again minus 10. Minus 10 plus minus 10, it is minus 20. Minus 5 not equal to minus 20. That means A divided by B plus C is not equal to A divided by B plus A divided by C. Okay, ഇതുപോലെ ഒരു homework ഇട്ടിട്ടുണ്ട്. You try to do yourself. Now the next topic is fill in the blanks. Fill in the blanks. Minus 87 divided by dash is equal to 87. Minus 87 കൂടെ എന്ത് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പോസിറ്റീവ് 87 വരുന്നത്? A minus 1 ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പോസിറ്റീവ് 87 വരുന്നത്. That means when we divide two negative integers, the answer is positive. And again 20 divided by dash is equal to minus 2. 20യുടെ കൂടെ എന്ത് ഡിവൈഡ് ചെയ്താലാണ് മൈനസ് 2 വരുന്നത്? 20യുടെ കൂടെ എന്ത് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 2 കിട്ടുന്നത്? 10 ഡിവൈഡ് ചെയ്താൽ അല്ലേ? 20യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കോഷ്യന്റ് 2 കിട്ടുന്നത്. ആൻഡ് ഇത് നെഗറ്റീവ് 2 ആണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് നെഗറ്റീവ് 10. ഇറ്റ് ഈസ് minus 2. Again minus 206 divided by dash is equal to 1. Minus 206ൻ്റെ കൂടെ എന്ത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? That means minus 206 divided by minus 206. ഒരു നമ്പറിനെ അതേ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്താലല്ലേ 1 കിട്ടുന്നത്. Like that the fill in the blanks is going on. The next one, five pairs of integers such that A divided by B is equal to minus 3. നമുക്ക് 5 pairs കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താ? A divided by B is equal to minus 3. എയും ബിയും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ മൈനസ് 3 നമുക്ക് കോഷ്യൻ്റ് കിട്ടണം. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഇഫ് എ ഈസ് 15, നമ്മൾ എ 15 എടുത്താൽ ഇതിൻ്റെ മൈനസ് 3 കിട്ടണമെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മൈനസ് 3 കിട്ടുമോ? ഇല്ല. ഇഫ് വി ഡിവൈഡ് 15 by minus 5, then the answer is minus 3. അല്ലേ? 15, that is 15 divided by minus 5 is equal to minus 3. ഇതുപോലെ കുറച്ച് പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് minus 9 divided by 3. It is minus 3. That is minus 9 and 3 is the next pair. 27 divided by minus 9, it is minus 3. That is 27 and minus 9 are the next pair. Like that you got so many pairs. Here is the next question. Listen. In a class test, positive 3 marks are given for every correct answers
and negative 2 marks are given for every incorrect answers and no marks for not attempting any question. Okay, ഒരു ക്ലാസ് ടെസ്റ്റിൽ if it is a correct answer we got 3 marks for one question. If the answers are wrong you lose -2 marks and there is no marks for not attempting any question. Here Mohini scores -5 marks in this test. Though she has got 7 correct answers, how many questions has she attempted incorrectly? Okay, that means -5 marks ആണ് ഒരു കുട്ടിക്ക് അവരുടെ ക്ലാസ് ടെസ്റ്റിൽ കിട്ടിയത്. -5 marks she got and she already done 7 correct answers. 7 correct answer ചെയ്തിട്ടും ആ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയത്? She got only -5 marks. 7 correct answers ചെയ്യുകയാണെങ്കിൽ how many marks, എത്ര മാർക്ക് കിട്ടേണ്ടിയിരുന്നു? 7 into 3 that is 21 marks ആണ് കിട്ടേണ്ടിയിരുന്നത്. ബട്ട് ഷീ ഗോട്ട് ഓൺലി -5 മാർക്ക്. അപ്പം ബാക്കി എത്രയോ ഇൻകറക്റ്റ് ആൻസേഴ്സ് അവൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് how many incorrect answers she attempted എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ഇൻകറക്റ്റ് ആൻസർ അവൾ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. For that first we take the number of incorrect answers is x. Number of incorrect answers എത്രയാ? x ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആൻസേഴ്സ് 7 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻകറക്റ്റ് ആൻസേഴ്സ് നമ്മൾ നേരത്തെ ആ വൈറ്റ് സിമെൻറ്റ് ബാഗും ഗ്രേ സിമെൻറ്റ് ബാഗിൻ്റെയും പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പോവുക. ഫോർ ദാറ്റ് എക്സ് ആണ് ഇൻകറക്റ്റ് ആൻസറിൻ്റെ നമ്പർ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കൂടെ -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ അവളുടെ മാർക്ക് കിട്ടുന്നത്, എത്ര മാർക്കാണെന്നുള്ളത്. അതിൻ്റെ കൂടെ 7 ആണ് അവളുടെ കറക്റ്റ് ആൻസേഴ്സ്. അങ്ങനെയാണ് 7 കൂടെ അവൾക്ക് എത്ര മാർക്ക് കിട്ടണം? 7 into 3 കിട്ടണം അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് അവൾക്ക് എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നത്? -5 കിട്ടിയിരിക്കുന്നത്. ലിസൺ വൺസ് മോർ. എക്സ് എന്ന് പറയുന്നത് അവളുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറിൻ്റെ നമ്പറാണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറിൻ്റെ നമ്പറിൻ്റെ കൂടെ ഇൻകറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്സ് -2 ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ -2 ആണ്. അപ്പോൾ എക്സ് ചെയ്യുമ്പോൾ x into -2 ആണ് വരേണ്ടത്. 7 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ 7 ആൻസറിൻ്റെ കൂടെ 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടലായിട്ടുള്ള കറക്റ്റ് മാർക്ക് കിട്ടുന്നത്, 21 കിട്ടുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്കും ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്കും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് അവൾക്ക് -5 കിട്ടിയേക്കുന്നത്. ദാറ്റ് ഈസ് -2x + 21 ഈസ് ഈക്വൽ ടു -5. ഓക്കെ, -2x + 21 ഈസ് ഈക്വൽ ടു -5. -5 ആണ് അവളുടെ ടോട്ടൽ മാർക്ക്. അതായത് ഇൻകറക്റ്റ് ആൻസറും അതിൻ്റെ മാർക്കും കറക്റ്റ് ആൻസറും അതിൻ്റെ മാർക്കും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് രണ്ടും കൂടെ പിന്നെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് -5. ഫോർ ദാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈക്വൽ സൈൻ LHS കിടക്കുന്നത് RHS പോകുമ്പോൾ പോസിറ്റീവ് ആകും, RHS കിടക്കുന്നത് തിരിച്ച് LHS വരുമ്പോൾ പോസിറ്റീവ്. നമ്മളിതെല്ലാം എക്സ് എന്നുള്ള ടേം വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പറിനെ ഇത് ഇൻറ്റിജറായിട്ട് കിടക്കുന്നതിന് നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ കൂടെ എടുക്കാൻ പോവാം. ദാറ്റ് ഈസ് 2x ഈക്വൽ സൈനിന് അപ്പുറത്ത് പോകാൻ പോവാണേ. അപ്പം ഈക്വൽ സൈനിന് അപ്പുറത്ത് പോകുമ്പോൾ 2x എന്ന് പറയുന്നത് എന്ത് സൈനാകും? പോസിറ്റീവ് ആകും. അപ്പം ഈ +5 എന്നുള്ളത് ഈക്വൽ സൈനിന് ഇപ്പുറത്ത് വരുമ്പം ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. ദാറ്റ് ഈസ് 21 + 5 ഈസ് ഈക്വൽ ടു 2x എന്ന് വരും. ഈ 2x -2x എന്ന് പറഞ്ഞ് പോയത് ഈക്വൽ സൈൻ അപ്പുറത്തോട്ട് പോയപ്പോഴാണ് ഇത് -2x ഉള്ളത് പോസിറ്റീവ് 2x ആയത്. ഫ്രം ഹിയർ നമ്മുടെ LHS RHS നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് തരാം. 2x ഈസ് ഈക്വൽ ടു 26. 21 + 5 ഇറ്റ് ഈസ് 26. ഫ്രം ഹിയർ ക്ലിയർലി ഇറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 2 അല്ലേ? LHS കിടക്കുന്ന 2 RHSലോട്ട് പോകുമ്പോൾ ഡിവൈഡ് എന്ന് വരും. സോ divide 26 divided by 2 it is 13. That means x എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 13 കിട്ടി. That means number of incorrect answers. നമ്പറാണ് പറഞ്ഞത്, മാർക്കല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഈസ് ഈക്വൽ ടു 13. നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത്. 13 ആണ് ഇൻകറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അവളുടെ മാർക്ക് എത്ര ആയിരിക്കും? 13 into -2 that is -26. ഓക്കെ,
അവളോട് നമ്മൾ നേരത്തെ പഠിച്ചു, ഇവിടെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് 7 into 3 ദാറ്റ് ഈസ് കറക്റ്റ് ആൻസറും അതിൻ്റെ മാർക്കും കൂടെ കൂട്ടുമ്പോൾ 21. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇനി ഈ രണ്ട് മാർക്സും കൂടെ സം ചെയ്ത് നോക്കുമ്പോൾ -26 + 21 ഇറ്റ് ഈസ് -5. ഓക്കെ, ക്ലിയർ? വൺസ് മോർ ലിസൺ. Already given -5 is the total mark of Mohini, and she already done 7 correct answers. From this 7 correct answer, the total marks is 21. The sum of incorrect answers and the sum of correct answers, the answer is -5. നമ്മളോട് -5 ആണ് പറഞ്ഞിട്ടുണ്ട്. So x into -2 plus 7 into 3 is -5. After simplifying this, we got 13 is the number of incorrect answers. Okay, and here is also another problem. Try to do yourself and write these notes neatly in your book. Okay, thank you. Welcome.